ഇരിയാം പൊടവെടുക്കം ക്ലായി ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് അടുത്ത വർഷം നടക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിനുള്ള നെൽകൃഷി ആരംഭിച്ചു. നാട്ടിക്ക് തുടക്കം കുറിച്ച് വെള്ളിയാഴ്ച രാവിലെ നടന്ന നടിയിൽ നാടിന്റെ ഉത്സവമായി മാറി. This news sponsored by ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, കാഞ്ഞങ്ങാട്. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര ഘടകത്തിന്റെ പരിധിയിൽ വരുന്നതും ക്ലായി തറവാട് മൊണ്ടാത്തുകോയ്മയിലുള്ളതുമായ പൊടവെടുക്കം ക്ലായി ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 2027 നടക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് നെൽകൃഷിയും നടത്തുന്നത്. ഇതിന് തുടക്കം കുറിച്ച് വെള്ളിയാഴ്ച രാവിലെ നടത്തിയ നാട്ടിയുത്സവത്തിൽ നാടാകെ അണിചേർന്നു. കോടമ്പുള ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ PV സന്ധ്യ, 21-ാം വാർഡ് മെമ്പർ T കൃഷ്ണൻ മോയോലം എന്നിവർ ചേർന്ന് നാട്ടിയുത്സവം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തെയ്യംകെട്ട് കാർഷിക സമിതി പ്രസിഡന്റ് B ജനാർദ്ദനൻ നായർ ക്ലായി അധ്യക്ഷനായി. സെക്രട്ടറി T പവിത്രൻ നെല്ലിക്കാട്ട് സ്വാഗതവും ക്ലായി പ്രാദേശിക സമിതി സെക്രട്ടറി നിർമ്മലാ ദിവാകരൻ നന്ദിയും പറഞ്ഞു. പ്രദേശത്തെ മുതിർന്ന അംഗവും കർഷകയുമായ ചോയ്ച്ചിയമ്മ ആദ്യ ഞാറ് പറിച്ച് നാട്ടിക്ക് നാന്ദി കുറിച്ചു. ബാത്തൂർ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ വെളിച്ചപ്പാടൻ കുമാരൻ പൊടവെടുക്കം, ധനസംരക്ഷണ സമിതി സെക്രട്ടറി A നാരായണൻ നായർ, ക്ലായി തറവാട് കാരണവർ T കൃഷ്ണൻ താനത്തിങ്കാൽ, മുണ്ടാത്തുകോയ്മ മുതിർന്ന അംഗം M കുഞ്ഞിരാമൻ നായർ, ബാത്തൂർ ഭഗവതി ക്ഷേത്രം ഭാരവാഹി T രവീന്ദ്രൻ ക്ലായി, ദേവസ്ഥാനം സേവാസമിതി പ്രസിഡന്റ് K നാരായണൻ നായർ, ട്രഷറർ V കരുണാകരൻ നായർ പുതിയപുര തുടങ്ങിയവർ സംബന്ധിച്ചു. തെയ്യംകെട്ട് മഹോത്സവത്തിലേക്ക് ആവശ്യമായ നെല്ല് സ്വന്തം നിലയിൽ ജൈവിക രീതിയിൽ വിഷരഹിതമായി വിളയിച്ചെടുക്കുന്നതിനായി നടത്തുന്ന കൃഷിയുടെ ആരംഭത്തിൽ കാർഷിക സമിതി അംഗങ്ങൾക്കും മാതൃസമിതി അംഗങ്ങൾക്കും പുറമെ ക്ലായി, പൊടവെടുക്കം, തടിയൻവിളപ്പ്, അരിയളം, തട്ടുമ്മൽ, പുണൂരിരിയ, കാട്ടുമാടം, കപ്പാത്തിക്കാൽ എന്നീ പ്രാദേശിക സമിതി അംഗങ്ങളും പങ്കെടുത്തു. ഓരോ ദിവസവും ഓരോ പ്രാദേശിക സമിതി ഏറ്റെടുത്ത് നടത്തുന്ന നാട്ടി ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കും. ന്യൂസ് ബ്യൂറോ, രാജപുരം.